ഹലോ. നമ്മൾ പൊതുവെ ചുരിദാറിലും കുർത്തീസിലൊക്കെ ഇതുപോലത്തെ ഹാഫ് കോളർ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ ഹാഫ് കോളർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഹാഫ് പോർഷനും ആണ് ഈ ഒരു കോളർ വരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോളർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചാണ് കേട്ടോ. ഒരു കട്ടിയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു പാറ്റേണിൻ്റെ ഡിസൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ വരക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2.5 ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാഫ് കോളറിൻ്റെ ടോട്ടൽ നീളം വരുന്നത് 11 ഇഞ്ചാണ് കേട്ടോ. അതായത് ബാക്ക് സൈഡ് ഫുള്ളും ഫ്രണ്ടിലേക്ക് ചെറിയ രീതിയിൽ കയറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കോളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 11 ഇഞ്ചിൻ്റെ പകുതിയായിട്ട്, അതായത് 5.5 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ മടക്കിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ കോളറിൻ്റെ നീളം നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് ഫുള്ളായിട്ട് കോളർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പകുതി വരെയാണ് നമ്മളെ കോളർ കയറി നിൽക്കുള്ളൂ കേട്ടോ. അതായത് ബാക്ക് സൈഡ് ഫുള്ളും ഫ്രണ്ടിൻ്റെ പകുതി വരെ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീളം കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മേലേക്ക് ഒരു 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എൻ്റെ സൈഡിൽ നമ്മൾ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്താലും മതി. സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു 2.5 ഇഞ്ചിൽ ഇച്ചിരി കൂടുതലുണ്ടാവും, 2.25 ഇഞ്ചിൻ്റെ അടുത്തുണ്ടാവും. അത് ഇതുപോലെ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 1.5 ഇഞ്ചിലേക്ക് ഇതുപോലൊരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് കോളർ ചെറിയൊരു കർവായിട്ടാണ് നമ്മുടെ കോളറിൻ്റെ ഇത് വരിക. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കർവ് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോളറിൻ്റെ വീതി നമ്മൾ 1 ഇഞ്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പോയിൻറ്റും നമ്മളിതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു കർവ് നമുക്ക് മുകളിലെ പോർഷനിലൂടെയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കോളറിൻ്റെ വീതി 1 ഇഞ്ച് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മെഷർമെൻറ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 1 ഇഞ്ച് താല്പര്യമില്ലാത്ത ആൾക്കാർ 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ എത്ര വെച്ചാൽ അതിനനുസരിച്ച് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വീതി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ 1 ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു താഴെ വരച്ച കർവിൽ നിന്ന് എന്ത് ചെയ്യുക, 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അടിവശത്ത് അതേ ഒരു കർവ് നമുക്ക് മുകളിലേക്കും മാർക്ക് ചെയ്തെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു പോയിൻ്റെല്ലാം യോജിപ്പിച്ചിട്ട് ഒരു കർവ് കൂടെ വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മളൊരു കർവ് വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മളൊരു കോളറിൻ്റെ പകുതി പോർഷനാണ് നമ്മളിപ്പോൾ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കർവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എൻഡ് പോർഷനിൽ ഉണ്ടോ, ഈ ഒരു കോർണറിലേക്ക് എത്തുന്ന രീതിയിൽ എൻഡ് പോർഷൻ എത്തുന്ന സമയത്ത് ചെറിയൊരു കർവ് കൊടുക്കുക. നമ്മൾ ആ ഒരു ഹാഫ് കോളറിൻ്റെ എൻഡിലുള്ള നമുക്ക് ചെറുതായിട്ടൊരു കർവ് കാണാം. അപ്പോൾ ആ ഒരു കർവാണ് നമ്മളിപ്പോൾ ഇവിടെ വരക്കുന്നത് കേട്ടോ. അപ്പോൾ അവനെൻഡിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു കർവ് കൊടുക്കാം. കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാഫ് പോർഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ടോട്ടലിൻ്റെ പകുതി പോർഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു പേപ്പർ കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്താൽ നമ്മളെ മെഷർമെൻറ്റ് മാറാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 സൈഡിൽ നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമല്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ടർ കറക്റ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഹാഫ് നെക്ക് കോളർ വെച്ച് നമ്മൾ ഒരു കുർത്തി ഡിസൈൻ ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോളർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റാപ്ലറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ടൈലറിങ് സംബന്ധമായ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു കോളറിൻ്റെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മോഡലിലാണ് നമ്മുടെ പാറ്റേൺ വരിക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോളർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കോളർ വെച്ചിട്ടുള്ള എങ്ങനെയാണ് കോളർ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടവർക്ക് മാത്രമേ അടുത്ത ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ.